ഞാൻ വിനോദ് മൂത്തേടം. ഞാൻ കണ്ടെത്തി, നിങ്ങൾക്കും കണ്ടെത്താം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ്, ഓണമൊക്കെ കഴിഞ്ഞില്ലേ, ഓണസദ്യയും കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു ഐറ്റത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ. അതായത് കപ്പ ബിരിയാണി. എല്ലാവർക്കും കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ അറിയത്തില്ല. എന്നാൽ നാടൻ സ്റ്റൈലിൽ പ്രത്യേക തരത്തിലുള്ള കപ്പ ബിരിയാണി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അതിന് വേണ്ട ആവശ്യങ്ങൾ: നമ്മൾ വെണ്ണഞ്ച്, ഞങ്ങളുടെ നാട്ടില് വെണ്ണഞ്ച് എന്ന് പറയും. അതായത് പോത്തിന്റെ വാരിയല്, അതായത് ബീഫ് വാരിയല്, പോത്തിന്റെ വാരിയല്ലും അതിന്റെ നട്ടല്, അങ്ങനെയുള്ള എല്ല് കണ്ടോ, അത് കഴുകി വൃത്തിയാക്കിയത്. അതാണ് സാധാരണ കപ്പ ബിരിയാണിക്ക് ഉപയോഗിക്കുക. കണ്ടോ, വാരിയല് ചെറു ഇടത്തരം പീസാക്കിയിട്ട് മുറിച്ചത്. ഇത് 1 കിലോ ഉണ്ട്. അതിൻ്റെ കൂടെ പോത്തിന്റെ ഇറച്ചി ആണ് എടുത്തിരിക്കുന്നത്. അല്ല, കഴുകി വൃത്തിയാക്കിയതാണ്. അല്ല, കഴുകി വൃത്തിയാക്കി എടുക്കണം രണ്ടും. അതിൻ്റെ കൂടെ കപ്പ, ഞാൻ 2 കിലോ കപ്പയാണ് ഞാൻ എടുത്തത്. അപ്പം കപ്പ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ചെറു കഷ്ണങ്ങളാക്കി, പറ്റൊക്കെ കഷ്ണങ്ങളാക്കരുത്, ഇതേപോലെ ഒരു ഇടത്തരം കഷ്ണങ്ങളാക്കി നമ്മൾ കൊത്തിയെടുത്തത്. അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളി, സവാള, ഒരു 5-6 സവാള നമ്മൾ ഇതുപോലെ അരിഞ്ഞത്. അതിനകത്ത് ഞാൻ വെളുത്തുള്ളി ഉണ്ട്, ഒരു 5-6 വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചി അത് ആവശ്യത്തിന് നമ്മൾ അരിഞ്ഞെടുത്തത്. കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ഇത്രയും ഇതുകൊണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ചുമന്നുള്ളി അതായത് ചെറുള്ളി, അതൊരു 7-8 നമ്മൾ തൊലി കളഞ്ഞെടുത്തത്. കറിവേപ്പില ഒരു 2 മുളക്, വലിയ കൊല്ലമുളക്, അത് ഒരു 3 പീസ്, ഒരു തേങ്ങ ചിരവിയത്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക്. പെരുംജീരകം ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യത്തിന് കപ്പ ബിരിയാണിക്ക് ആവശ്യമായത്. ഇത് തയ്യാറാക്കുന്ന രീതിയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ഈ കപ്പയും ഈ ഇറച്ചിയും, അതായത് ഇറച്ചി വേവുള്ള ഇറച്ചി ആയതുകൊണ്ടുണ്ട്, ഈ വെട്ടി അരിഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലും ഈ ബീഫും ഈ കപ്പയും നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മുടെ സെക്ഷൻ ഇത്രയും കാര്യങ്ങൾ വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം 2ാം ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. വെച്ചിട്ടുണ്ട്, ചരുവത്തിനകത്ത് നമ്മളിനി അരിഞ്ഞെടുത്ത ഇഞ്ചി, ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി അതോടെ ഇതിട്ട് കൊടുക്കുക. നന്നായിട്ട് ഒരു ചുമക്കുന്ന രീതിയിൽ പച്ചക്കരിക്ക് പോകരുത്, ഒന്ന് വഴന്ന സവാളയെല്ലാം ഒന്ന് ചുമന്ന രീതിയിൽ ആക്കിയെടുക്കണം. പോയി. അപ്പോൾ ഉള്ളി ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. അതിനകത്തേക്ക്
2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, കറുകപ്പട്ടയും ഗ്രാമ്പൂ ഏലക്ക പൊടിച്ചത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാല അതൊന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടാക്കി നമുക്ക് ഇതിന് എടുക്കണം. നമ്മുടെ ഇത് വളരെ ഇട്ടിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ വേവിച്ചെടുത്ത ഇറച്ചിയും ആ എല്ലും വെണ്ണഞ്ചെന്ന് പറയുന്ന സാധനം അതെല്ലാം കൂടി നമുക്ക് ഇടാം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇത് വേവിക്കുമ്പോൾ ഇതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങും. ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് ഇളക്കി ഈ മസാല എല്ലാം ഈ ഇറച്ചിയിലും എല്ലയിലും ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ആവശ്യത്തിന് നമുക്കൊന്ന് വിരട്ടി കൊടുക്കണം. ഈ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇത് ശരിക്കും ഒന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ കപ്പ വേവിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളിനി കപ്പയുടെ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത തേങ്ങാപ്പീരി സാധനങ്ങളെല്ലാം അരച്ചെടുത്തത് അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് പുലിക്ക് ജോയിൻ്റ് ആക്കുന്നു. ഈ കുലുക്കിയെടുത്ത കപ്പയിലോട്ട് നമ്മൾ നമ്മുടെ ഇറച്ചി പാകമായ ഇറച്ചി അത് കോരി കപ്പയ്ക്കകത്തോട്ട് ഇടണം. അപ്പോൾ നമ്മൾ കപ്പ ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി ഉള്ളിയും കരിവേപ്പില എല്ലാം ചെറുള്ളി കരിവേപ്പില മൂപ്പിച്ചത് എടുത്തിട്ടുണ്ട്. അതൊന്നുകൂടി ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഈ കലം ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് തുടുപ്പ് കണ്ടോ, പണ്ട് കാലത്ത് അമ്മച്ചിമാർ പറയലത്ത് തുടുപ്പ് കൊണ്ട് ഇതിൻ്റെ തലമണ്ടയ്ക്കൊരെണ്ണം തരുമെന്ന്. ആ തുടുപ്പാണിത്. ആ തുടുപ്പ് കൊണ്ട് ഈ കപ്പ ഇങ്ങനെ ഇളക്കി കൊടുക്കണം.
അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇത് സർവ്വത്തിലൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി അല്ല ഒന്നാന്തരം വടക്കൻ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമാണ്. കോഴിയൊന്നും ഇട്ടതല്ല, അല്ല പോത്തിൻ്റെ വാരിയിലും വെണ്ണഞ്ചൻ, ഞങ്ങളുടെ നാട്ടിൽ വെണ്ണഞ്ചൻ എന്നാണ് പറയുന്നത്, അത് വിട്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി കപ്പയാണ്. നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തിയേക്കണേ. അതിന് തൊട്ടടുത്ത് വേറൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടാകത്തോടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലഭിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ മുകളിൽ വരും. അതുവരെ ബൈ.